കത്ത് ചോർച്ചാ വിവാദത്തിനിടെ സിപിഐഎം പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. പാർട്ടി നേതാക്കൾ യുകെയിലെ വ്യവസായി രാജേഷ് കൃഷ്ണയുമായി നടത്തിയ പണമിടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പിബിക്ക് നൽകിയ പരാതി ചോർന്നുവെന്ന ആരോപണം യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് വിവരം. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഇതിൽ വലിയ വിവാദമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് പൊളിറ്റ് ബ്യൂറോ യോഗം കൂടുമ്പോൾ ഇത് അജണ്ടയാകുമോ? നമുക്കറിയാൻ കഴിയുന്ന വിവരം എന്താണ്? അതോ ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാർ യാത്രയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് ചുരുങ്ങുമോ? അനുജ, ഇന്ന് ചേരുന്ന CPM-ന്റെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൻ്റെ നിലവിലെ അജണ്ട എന്നുള്ളത് പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. അത് ഓരോ 3 മാസം കൂടുമ്പോഴും ഒരു നേതൃയോഗമെങ്കിലും ചേരുക എന്ന പാർട്ടി കോൺഗ്രസ് തീരുമാനം അനുസരിച്ചുള്ള ഒരു പതിവ് പോളിറ്റ് ബ്യൂറോ യോഗമാണ്. എന്നാൽ ഈ കത്ത് ചോർച്ചാ വിവാദം ഉയർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് തീർച്ചയായും ഈ ഇന്നത്തെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ചർച്ചയ്ക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കുന്ന ഒരു സമീപകാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവമാണ് ഈ കത്ത് ചോർച്ചയുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ. 2 തരത്തിലുള്ള പ്രതിസന്ധിയാണ് പാർട്ടി ഇതിൽ അഭിമുഖീകരിക്കുന്നത്. ഒന്ന് എന്നുള്ളത് ഒരു വ്യക്തി, പാർട്ടി അനുഭാവി, പാർട്ടിക്ക് യുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ ഒരു പരാതി അത് ചോർന്നിരിക്കുന്നു. അത് കൂടാതെ കോടതിയിൽ ഒരു തെളിവായി രേഖയായി കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അത്യന്തം ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. അതും ഇതിലെ ഉള്ളടക്കവും പാർട്ടിയെ സംബന്ധിച്ച് ഗൗരവമുള്ളതാണ്. ഈ കത്ത് ചോർത്തിയിരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ എന്ന ആരോപണമാണ് ഈ പരാതിക്കാരനായ ഷർഷാദ് ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കത്തിൻ്റെ ഉള്ളടക്കം അത് പാർട്ടി നേതാക്കൾക്ക് അടക്കം ഉള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഈ കത്തിൽ പരാമർശിച്ചിരിക്കുന്നു എന്നുള്ളതും അത് പൊതുജന മധ്യത്തിൽ ചർച്ചയ്ക്കെത്തിയിരിക്കുന്നു എന്നുള്ളതും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ചയ്ക്ക് സ്വാഭാവികമായും ഈ ഒരു വിഷയം ഇത്തരത്തിലൊരു പോളിറ്റ് ബ്യൂറോ യോഗം നടക്കുമ്പോൾ അത് പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ പരാതി നൽകിയിരിക്കുന്നത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് തന്നെയാണ്, പരാതിക്കാരനായ വ്യവസായി ഷർഷാദ് എന്നതുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ ഈ ഒരു കത്ത് പരിഗണനയ്ക്ക് വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ എന്ത് നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഈ യോഗത്തിൽ നടക്കുന്ന ചർച്ചകളിലായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാകുക. പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനമാണല്ലോ. കാരണം പരാതിക്കാരൻ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് MV ഗോവിന്ദന്റെ മകനെതിരെയാണ്. ഈ കത്ത് ചോർത്തിയതിൽ ശ്യാമിന് പങ്കുണ്ട് എന്ന് താൻ സംശയിക്കുന്നു എന്നതാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അനുജ, ഇന്നത്തെ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം അല്പസമയം മുമ്പ് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണവും അല്പസമയത്തിനകം നമ്മൾ തേടുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ആരോപണം ഉയർന്നിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ വഴിയാണ് ഈ കത്ത് ചോർന്നത് എന്നാണ് പരാതിക്കാരനായ ഷർഷാദ് ഉന്നയിക്കുന്നത്. കാരണം ഈ ആരോപണ വിധേയനായ ഷർഷാദിൻ്റെ പരാതിയിൽ ആരോപണ വിധേയനായ NRI രാജേഷ് കൃഷ്ണയും ഒപ്പം തന്നെ ഈ സംസ്ഥാന സെക്രട്ടറിയുടെ മകനും തമ്മിൽ ബന്ധമുണ്ട്, അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ പരാതിക്കാരൻ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. അതുവഴി താൻ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്തടക്കം പുറത്തു വന്നിരിക്കുന്നു, തെളിവായി കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലൊരു കത്ത് ചോർച്ചയുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ നൽകിയ കത്ത് ചോർന്നു എന്നുള്ളതാണ് വിവാദം. ഇന്ന് PB യോഗം ഡൽഹിയിൽ ചേരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.